പത്തനംതിട്ട കൊക്കാത്തോട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച വൃദ്ധയ്ക്ക് പൊള്ളലേറ്റു. കൊട്ടാമ്പാറയിലെ പൊന്നമ്മയ്ക്കാണ് പൊള്ളലേറ്റത്. വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുതരമായ പൊള്ളലേറ്റ പൊന്നമ്മ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, എങ്ങനെയാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ചത്? വീട് ആകെ തകർന്ന തരിപ്പണമായിട്ടുമുണ്ട്. എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി? എന്താണ് അറിയാനാണ്? സ്മൃതി, കോന്നി കൊക്കാത്തോട് മേഖലയിലെ വനത്തോടടുത്ത് കിടക്കുന്ന പ്രദേശത്തെ വീടാണത്. ഒരു ഒറ്റപ്പെട്ട വീടാണ്. അയൽപ്പക്കത്തൊന്നും അധികം വീടുകളില്ല. ഇവിടെ ഒരു വൃദ്ധ മാത്രമാണ് താമസിച്ചിരുന്നത്. 75 വയസ്സുള്ള പൊന്നമ്മ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇത് റബ്ബർ മരങ്ങൾ അല്ലെങ്കിൽ ടാപ്പിംഗ് നടക്കുന്ന സ്ഥലമാണ്. ഷീറ്റുകൾ വീടിനകത്ത് പുകപ്പുര ഉണ്ടാക്കി അവിടെ ഉണങ്ങാനിടുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഈ വീടിനകത്ത് തന്നെ പുകപ്പുരയിൽ റബ്ബർ ഷീറ്റ് ഉണക്കവെയാണ് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായത്. ഇത് ദൂരെയുള്ള ആളുകൾ വലിയ ശബ്ദം കേട്ടിരുന്നു. ഒപ്പം തന്നെ മുകളിലേക്ക് വലിയ പുക ഉയരുന്നതും ദൂരെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായ കാര്യം അറിഞ്ഞത്. ഉടൻ തന്നെ പൊന്നമ്മയെ അവിടെ നിന്നും ജീപ്പിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് സ്ഥിതി അല്പം ഗുരുതരമായതിനാൽ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ് പൊന്നമ്മ. 60% പൊള്ളൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു നിറക്കുറ്റി കൂടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൊട്ടിത്തെറിച്ച നിലയിലല്ല. ഒരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുകയും അങ്ങനെ വീടിന് അകത്തേക്ക് തീ പടരുകയുമായിരുന്നു. വീട് പൂർണ്ണമായും കത്തിനശിച്ച അവസ്ഥയിലാണ്. 1970 നിർമ്മിച്ച വീടാണിത്. പൂർണ്ണമായും കരിങ്കൽ കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടിലെ ഉപകരണങ്ങളും ഒപ്പം തന്നെ വീടിന്റെ മേൽക്കൂര സഹിതം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. നാട്ടുകാർ ഈ ഭാഗത്തേക്ക് ശബ്ദം കേട്ട് ഓടിയെത്തിയാണ് ഈ പൊന്നമ്മയെ ഇവിടെ നിന്ന് മാറ്റിയത്. ശരി, വീടാകെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. പൊന്നമ്മയ്ക്ക് ഗുരുതരമായ പൊള്ളലേൽക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.